ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രസീൽ തുടങ്ങിയ ടീമുകളാണ് 2 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിൽ. അറബ് കപ്പിൽ കിരീടം നേടിയ മൊറോക്കോ 11-ാം സ്ഥാനത്താണ്. ഇന്ത്യ 142-ാം സ്ഥാനത്താണ്. EFL കപ്പിൽ സെമി ലക്ഷ്യമിട്ട ആഴ്സണൽ ഇന്നിറങ്ങും. ക്വാർട്ടറിൽ ക്രിസ്റ്റൽ പാലസാണ് എതിരാളികൾ. രാത്രി 1:30-ക്ക് ഗണ്ണേഴ്സിന്റെ തട്ടകമായ എമിറേറ്റ്സിലാണ് മത്സരം. ജയിക്കുന്നവർ സെമിയിൽ ചെൽസിയെ നേരിടും. തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കുന്ന ഇന്ത്യ-ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. വനിതകൾക്കും വിദ്യാർത്ഥികൾക്കും 125 രൂപയും ജനറൽ ടിക്കറ്റിന് 250 രൂപയുമാണ് നിരക്കുകൾ. ഹോസ്പിറ്റാലിറ്റി സീറ്റുകൾക്ക് 3000 രൂപയാണ് നിരക്ക്. ഡിസംബർ 26, 28, 30 തീയതികളിലായാണ് പരമ്പരയിലെ 3 മത്സരങ്ങൾ നടക്കുക. വിശാഖപട്ടണത്തെ ആദ്യ 2 മത്സരങ്ങൾക്ക് ശേഷം ഡിസംബർ 24-ന് ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിച്ചേരും. വനിതാ ആഭ്യന്തര മത്സരങ്ങളിൽ താരങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ച് BCCI. ഒരു മത്സരത്തിന് താരങ്ങൾക്ക് 25,000 രൂപയും റിസർവ് താരങ്ങൾക്ക് 12,500 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഫൈനൽ മത്സരങ്ങളിൽ ഇത് യഥാക്രമം 50,000-ഉം 25,000-ഉമായി ഉയരും.